എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുന്ന പച്ചക്കറികൾ അതും കാണുവാനും പറിച്ചെടുക്കുവാനും ഒരേപോലെ നമുക്കിഷ്ടമല്ലേ? നമുക്കെന്തൊരു ഉത്സാഹമാണത് പറിക്കുമ്പോൾ. അത് പാകം ചെയ്ത് കഴിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആ സന്തോഷം എന്താണ്? അതൊന്ന് വേറെ തന്നെയാണ്. അത് അനുഭവമുള്ളവർക്കതറിയാം. ഞാനൊരു 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കോവയ്ക്ക. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. 1 1/2 ടീസ്പൂൺ. ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ഇട്ടിരുന്നു. അത് വീഡിയോയിൽ വന്നില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയുണ്ടല്ലോ, നൈസ് പൊടി, അതിട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ. ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കളറ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇടാം, എരിവില്ലാത്ത മുളക് പൊടി. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോവയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കണം. കോവയ്ക്ക ഇട്ട് 1 മിനിറ്റിന് ശേഷം മാത്രമേ ഒന്ന് ഇളക്കി കൊടുക്കാവൂ. ഉടനെ നമ്മൾ ഇളക്കിയാൽ കോവയ്ക്കയിലുള്ള മസാലയെല്ലാം ആ എണ്ണയിലങ്ങ് കലങ്ങിപ്പോകും. അതുകൊണ്ട് 1 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത ശേഷം വേണം ഇളക്കി കൊടുക്കുവാൻ. ഇതുപോലെ തന്നെ നമ്മൾ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ കോവയ്ക്കയൊക്കെ ഒത്തിരി ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ കൊണ്ടാട്ടം പോലെ നമ്മൾ ഉണങ്ങി വയ്ക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും അതും. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റൊക്കെ കഴിഞ്ഞു. പച്ചക്കറികളും മറ്റും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ഇതേപോലൊക്കെ ഇടയ്ക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. കാരണം ഇച്ചിരി ക്രിസ്പായിട്ട് ഇതിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ തണുത്തും പോകത്തില്ല. അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് നേരമൊക്കെ ഇതിങ്ങനെ തന്നെ ഇരിക്കും. നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി ഏതായാലും, ഇപ്പം പയറായാലും കോവയ്ക്ക ആയാലും തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ എപ്പോഴും ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാനായിട്ടൊരു സുഖം തോന്നില്ല. പക്ഷേ അത് പല പല ഐറ്റംസിലേക്ക് മാറുവാണെങ്കിലോ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്ക് ഇതുപോലെ ഫ്രൈ ഒക്കെ ആക്കുവാണെങ്കിൽ നമുക്ക് ഒരുപോലെ കുട്ടികൾക്കും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. കോവയ്ക്ക എല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതേപോലെ നല്ല ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 3, 4 പച്ചമുളകും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. പൊട്ട് പച്ചമുളകായിരിക്കും ഇച്ചിരി നല്ലത് ഇങ്ങനെ ചെയ്യാൻ. നല്ല ഒരു കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ടും. താങ്ക് യു.